വിനീത വേണു കൂടി നമുക്കൊപ്പമുണ്ട്. വിനീത വേണു, മഴക്കാലമാണ്, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, അതുപോലെ തന്നെ അപകടാവസ്ഥയിലുള്ള വൈദ്യുത ലൈനുകൾ, ഇതെല്ലാം കൃത്യമായി മഴക്കാലപൂർവ്വ രക്ഷാപ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എല്ലായിടങ്ങളിലും ഉറപ്പാക്കുന്നതാണ്. അപ്പോഴാണ് ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് കമ്പി തൂങ്ങി നിന്നത്. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വന്നോ വിനീത? സുജയ്, ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഉള്ളവർ നൽകുന്ന വിവരം അനുസരിച്ചാണ് കുട്ടിക്ക് ഷോക്കേറ്റത് തന്നെയാണ് എന്ന് പറയാൻ കഴിയുന്നത്. ഇത് അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് KCBയുടെ ഭാഗത്തു നിന്നായാലും സ്കൂളിന്റെ ഭാഗത്തു നിന്നായാലും. കാരണം ഇത്ര ഉയരത്തിലാണെങ്കിൽ പോലും കുട്ടികൾ ഉള്ളതാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ തന്നെയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഒരു വൈദ്യുത ലൈൻ നിൽക്കുന്നത് അത് എങ്ങനെ എത്ര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ദാരുണമെന്ന് പറഞ്ഞാൽ പോരാ. കാരണം രാവിലെ സ്കൂളിലെത്തിയ കുഞ്ഞാണ്, കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ചെരുപ്പ് തെറിച്ചു പോകുന്നതും അതെടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ഷോക്ക് ഏൽക്കുകയും ചെയ്യുന്നത്. ഷോക്കേറ്റ് തെറിച്ചു വീണു എന്ന് തന്നെയാണ് കുട്ടികൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മഴക്കാലത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിന് സമീപത്ത് ഇത്തരത്തിൽ വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിൽ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതായാലും സ്കൂളിൽ വെച്ച് ഇത്തരത്തിലൊരു കുഞ്ഞ് ദാരുണമായി അന്ത്യം സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രത്തോളം രാവിലെ ഒരുപക്ഷെ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ കയറി വന്ന കുട്ടിയായിരിക്കണം. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മെ ഞെട്ടിക്കുന്നത്. ഇതിലിനി അധ്യാപകരുടെ ഭാഗത്തു നിന്നൊരു അശ്രദ്ധയുണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായും ചിലപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ കളിക്കുന്നതെന്നും അധ്യാപകർ വേണ്ടത്ര കരുതലോടെ ശ്രദ്ധിച്ചു കാണില്ല. ഈ കുട്ടി എങ്ങനെ ഇതിന് മുകളിലേക്ക് കയറി എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പമുള്ള കുട്ടികൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അവർ കണ്ടു നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടണം. ദിലീപ്, നമുക്ക് അവിടെ നിന്ന് അധ്യാപകരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് നൽകേണ്ടതുണ്ട്. ഏതായാലും വൈദ്യുത ലൈനിൽ തട്ടി എന്ന സംശയം തന്നെയാണുള്ളത്. ഏതായാലും ഷോക്കേറ്റാണ് മരണം എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. വിനീത, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. കാരണം സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലുണ്ടോ, പ്രത്യേകിച്ചും സ്കൂളുകളുടെ ഫിറ്റ്നസ് അടക്കം പരിശോധിക്കുന്ന വേളയിൽ വൈദ്യുത ലൈനുകൾ അപകടകരമായ രീതിയിൽ കിടക്കുന്നുണ്ട് എന്നതടക്കം ആ ക്വസ്റ്റനെയറിന്റെ ഒരു ഭാഗമാണ്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം വേണം ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അപ്പോൾ ആ ഫിറ്റ്നസ് പരിശോധന സമയമൊക്കെ കഴിഞ്ഞിട്ട് 1 മാസമായിരിക്കുകയാണ്. ഈ വൈദ്യുത ലൈൻ താഴ്ന്നു കിടക്കുന്നത് ആരും കണ്ടില്ലേ? കണ്ടിട്ട് മാറ്റാത്തതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടത് മാറ്റുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ സ്വീകരിച്ചില്ല? അതൊക്കെ അവിടെ ഒരു വിഷയമായി നിൽക്കുകയാണ്. ഒരു കുട്ടിയുടെ മരണമാണ് സംഭവിച്ചത് വിനീത. അതാണ് സുജയ, ഈ സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്നുള്ള ചോദ്യം പോലും ഉയരുകയാണ്. കാരണം ഇതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. തൂങ്ങി നിൽക്കുകയായിരുന്നു ഈ വൈദ്യുത കമ്പി. അത് ശരിയാക്കിയില്ല, പലതവണ പരാതിപ്പെട്ടിരുന്നു എന്നാണ് നാട്ടുകാർ, ചില രക്ഷിതാക്കളൊക്കെ തന്നെ പറയുന്നത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു അനാസ്ഥയുണ്ടായി. പലതവണ ഇത്തരത്തിൽ വൈദ്യുത ലൈൻ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഈ അപകടകരമായ അവസ്ഥയിലാണ് സ്കൂളിന് മുകളിലൂടെ വൈദ്യുത ലൈൻ പോയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സ്കൂളിന് തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതികളൊക്കെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. KCB ആയാലും സ്കൂൾ അധികൃതരായാലും ഇതിനധികം ഇതിൽ നടപടികൾ എടുത്തിട്ടുള്ള ഈ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഇത്തരത്തിൽ ഈ വൈദ്യുത ലൈൻ മാറ്റണമെന്ന് KCBയെ അറിയിച്ചിരുന്നതായുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ KCBയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ കുഞ്ഞ് മുകളിലേക്ക് കയറി ആ കമ്പിയിൽ തൊട്ടു, അപ്പോൾ ഷോക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും അവഗണിച്ചതാണ്, അല്ലെങ്കിൽ ഈ ലൈൻ മാറ്റാൻ KCB തയ്യാറാകാത്തതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. നമുക്ക് അവിടെയുള്ള KCB ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പ്രതികരണം തേടണം. ഏതായാലും തേവലക്കര സ്കൂളിൽ, ബോയ്സ് സ്കൂളിൽ ഉണ്ടായിരിക്കുന്ന ഇന്ന് രാവിലെ ഉണ്ടായ ഈ സംഭവം ഏറെ ദാരുണമെന്ന് തന്നെ പറയണം. നമുക്ക് ഓർമ്മയുണ്ട്, വയനാട്ടിലെ ഷഹലയുടെയൊക്കെ അനുഭവം ഓർമ്മയുണ്ട്. അതിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഫിറ്റ്നസ് പരിശോധനയും കെട്ടിടങ്ങളുടെ അവസ്ഥയും ഒക്കെ കൃത്യമായി ഓരോ സ്കൂൾ തുറക്കുന്നതിന് മുൻപും, വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുൻപും അതിനുള്ള പരിശോധനയൊക്കെ നടത്തിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വൈദ്യുത ലൈൻ പൊട്ടിക്കിടക്കുന്ന, അല്ലെങ്കിൽ വൈദ്യുത ലൈൻ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈ പരാതികൾ അവഗണിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൽ ഇങ്ങനെ വൈദ്യുത കമ്പി ശരിയാക്കാതെ കിടന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് വരുന്നത്. ഏതായാലും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 8ാം ക്ലാസ്സുകാരനായ ഒരു കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ
മാനദണ്ഡങ്ങളും പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണോ ഈ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ KSEB ഉദ്യോഗസ്ഥർ ഇതൊന്നും പരിശോധിച്ചിരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമാണ് ഉയരുന്നത്. നമുക്ക് സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ തേടേണ്ടതുണ്ട്. പരാതികൾ അവഗണിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യവും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിച്ചിരിക്കുന്നു. സുജിയ നോക്കൂ, രാവിലെ സ്കൂളിലെത്തിയ കുഞ്ഞാണ്, വീട്ടിൽ നിന്ന് ഏറെ സന്തോഷത്തോടെ കളിച്ചിരികളോടെ ഇറങ്ങിയ കുഞ്ഞാണ്, കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് തന്റെ ചെരുപ്പ് തെറിച്ചു പോകുന്നത്. ആ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി ഒന്നാമത് ഇത്തരത്തിൽ കുഞ്ഞിന് എങ്ങനെ അവിടേക്ക് കയറി പോകാൻ പറ്റി, ഇതാരും കണ്ടില്ലേ, അധ്യാപകരോ ജീവനക്കാരോ ആരും കണ്ടില്ലേ എന്നൊരു ചോദ്യവും ബാക്കിയാണ്. അവിടെ കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ലേ എന്ന ചോദ്യവും ബാക്കിയാണ്. ഇതിലിപ്പോൾ സ്കൂൾ വിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാം ആശങ്കയിലായിരുന്നു. പല രക്ഷിതാക്കളും എത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങനെ പെട്ടെന്ന് പാനിക്കായി കുട്ടികളെല്ലാം തന്നെ ഈ മിഥുൻ തെറിച്ചു വീണ സമയത്ത് മറ്റു കുട്ടികൾ ഓടിച്ചെന്ന് അധ്യാപകരോട് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. പക്ഷേ ഇതിൽ ഷോക്കേറ്റ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. പ്രാഥമികമായി ചികിത്സ നൽകിയിട്ടും രക്ഷിക്കാനായില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലൈൻ മാറ്റുന്നതിന് വേണ്ടി സ്കൂൾ മാനേജ്മെന്റ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാനേജ്മെന്റിന്റെ ആയാലും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആയാലും വൈദ്യുതി വകുപ്പിന്റെ ആയാലും ഒക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സുജയ, കൊല്ലം തേവലക്കരയിലാണ് അപകടം ഉണ്ടായത്. സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. കുട്ടികളൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയോ എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. സ്കൂളിൽ ഒരു വൈദ്യുത ലൈനിൽ നിന്ന് ചെരുപ്പെടുക്കാൻ പോയ വിദ്യാർത്ഥിക്കാണ് ഷോക്കേറ്റ് ജീവൻ നഷ്ടമായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മിഥുൻ. കുഞ്ഞിന്റെ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കൊല്ലം തേവലക്കരയിലാണ് സംഭവം. വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വിഷമിപ്പിക്കുന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.